ദേശീയ വ്യാപാരി ദിനാചരണത്തിന്റെ ഭാഗമായി പള്ളുരുത്തിയിൽ ജനപ്രതിനിധികൾക്കും ഉന്നത വിജയികൾക്കും ആദരവ് സംഘടിപ്പിച്ചു. ദേശീയ വ്യാപാരി ദിനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളായ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിനും തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ്ക്കും KVVS സംസ്ഥാന ട്രഷറർ PC ജേക്കബിനും സംസ്ഥാന സെക്രട്ടറി ജിമ്മി ചക്കിയത്തിനും സ്വീകരണവും SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അവാർഡും നൽകി. പള്ളുരുത്തി മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് PC സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ജിമ്മി ചക്കിയത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ, ജില്ലാ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ഷാജഹാൻ അബ്ദുൽ ഖാദർ, യൂത്ത് വിംഗ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് ജോസ്, യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം CP സേവ്യർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP ജെയിൻ, KS അജിത് കുമാർ, ട്രഷറർ TM ഇബ്രാഹിം, PP വിനീത എന്നിവർ സംസാരിച്ചു. എത്രയോ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അവരെ വിദ്യാഭ്യാസം നേടി, സ്വന്തമായി തൊഴിൽ നേടി, വരുമാനം നേടി എല്ലാമായി കഴിയുമ്പോൾ അറിഞ്ഞും അറിയാതെയും ജന്മം കൊടുത്ത മാതാപിതാക്കളെ അറിഞ്ഞും അറിയാതെയും മറന്നു പോകുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള ആകെ ഒരു വിവേചന അധികാരം എന്താണെന്നറിയാമോ മക്കൾക്ക്? നിങ്ങൾക്കൊരു അധികാരം തന്നിട്ടുണ്ട് ദൈവം. ജനിച്ചപ്പോ എല്ലാ മനുഷ്യർക്കും ദൈവം ആകെ ഒരു അധികാരം കൊടുത്തിട്ടുള്ളൂ. എന്താണെന്ന് പറയാം? ആർക്കെങ്കിലും സമ്മാനം തരാം, മുതിർന്നവർക്കും പങ്കെടുക്കാം. സ്വതന്ത്രമായ വിവേചനാധികാരം, നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള സ്വതന്ത്രമായ അധികാരം ദൈവം മനുഷ്യനാണ് കൊടുത്തേക്കുന്നത്. ദൈവം അതിനകത്ത് ഇടപെടില്ല. ഈ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ ഇന്ന് നേരിടുന്ന വലിയ മത്സരങ്ങളും കൂടി നേരിട്ടുകൊണ്ടാണ് ഇതിനെല്ലാം നിങ്ങൾ പ്രാപ്തമായി നിൽക്കുന്നത് എന്നുള്ളത്. ഇന്ന് വലിയ ഭീമന്മാർ ഈ വ്യാപാര മേഖലയിലേക്ക് ഓൺലൈൻ ഡെലിവറി ഉൾപ്പെടെയുള്ള രംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാരുമായുള്ള ബന്ധങ്ങളും ഒക്കെ കൊണ്ടാണ് നിങ്ങൾ വലിയ മത്സരങ്ങൾ നേരിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങളോടൊപ്പം തൃപ്പൂണിത്തുറയുടെ MLA എന്നുള്ള നിലയിൽ ഞാൻ ഉണ്ടാവും എന്ന് ആദ്യം അറിയിക്കുക. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ്. നമ്മുടെ വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കാൻ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ ദിവസമാണ്. അപ്പോൾ അന്ന് വ്യാപാരികളാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ വലിയൊരു മൂവ്മെന്റിലേക്ക് നയിച്ചതെന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരിടുന്ന വിഷയങ്ങളിലേക്ക് ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇവിടെ അധ്യാപകർക്ക് ഒരു ദിനമുണ്ട്, നേഴ്സുമാർക്കൊരു ദിനമുണ്ട്, ഡോക്ടർമാർക്കൊരു ദിനമുണ്ട്, അച്ഛനും അമ്മയ്ക്കും ദിനമുണ്ട്, അതുപോലെ പ്രണയിനികൾക്ക് വരെ ഒരു ദിനമുണ്ട്. എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു വ്യാപാരികൾ. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം, ഏതൊരു രാഷ്ട്രീയ സാമുദായിക സംഘടനകളൊക്കെ, ഏത് ഒരു ക്ലബ്ബാണെങ്കിൽ പോലും നമ്മുടെ കടകളിൽ വന്ന് നമ്മളുടെ സഹായം തേടാറുണ്ട്. എല്ലാവരുമായിട്ടും നമ്മൾ ആരെയും മടക്കി വിടാറില്ല. നമ്മൾ എല്ലാവരുമായിട്ട് സമൂഹത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആ വ്യാപാരികൾ. ആ വ്യാപാരികൾ എപ്പോഴും അവഗണന നേരിടുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. ഇതെല്ലാം നമ്മൾ നമ്മുടെ സംഘടനാ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ നിരവധി നമ്മളെ ഒരുപാട് സംഘടനകളിലേക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കണം. ഇതിനെല്ലാം
നമ്മൾ നേരിട്ട് നിൽക്കുന്നത് നമ്മുടെ സംഘടന ആ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തായാലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിനം ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വ്യാപാര ദിനാശംസകൾ നേരുന്നു. 3/4 മണിക്കൂർ കൊണ്ട് വ്യാപാരിയുടെ പ്രശ്നങ്ങളുടെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ ചർച്ചയ്ക്ക് വിധേയമായി. വളരെ ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ മുമ്പും അദ്ദേഹം വ്യാപാരി സമൂഹത്തിൻ്റെ ഒരു കൂട്ടാളിയായിരുന്നു എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഇതേപോലത്തെ ഒരു തിരക്കുള്ള മനുഷ്യനെ ഇതുപോലത്തെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് അത് കേട്ട് നമുക്ക് വലിയ സാന്ത്വന സന്ദേശമായി തന്നിട്ടാണ് അദ്ദേഹം നമ്മളെ പറഞ്ഞയച്ചത്. അത് വലിയൊരു ഈ ഭരണസമിതിയുടെ കുറച്ചുകൂടി അടുപ്പിച്ച് പറഞ്ഞാൽ 101 MLA-മാരും കേരളത്തിൽ നമ്മുടെ വ്യാപാരികളുടെ ഭാഗ്യമായിട്ട് കാണുകയാണ്. വ്യാപാരികൾക്ക് വേണ്ടി എവിടെയും സംസാരിക്കാൻ പോകുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് സംസ്ഥാനത്ത് സംജാതമായതിൽ നമ്മളൊക്കെ തന്നെ ഭാഗ്യവാന്മാർ. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. അത് പരിഹരിക്കാൻ അതിന് തക്കവണ്ണമുള്ള ആധികാരിക സ്ഥാനങ്ങൾ കൂടി നമ്മളോടുള്ളപ്പോൾ നമ്മൾ അത്ര ചെറുതല്ല എന്ന് സ്വയം ഒന്ന് ബോധ്യപ്പെടുന്നത് നല്ലതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്, ഏറ്റവും വലിയ തൊഴിൽദായക മേഖല, ഏറ്റവും വലിയ സേവനങ്ങൾ നടത്തുന്ന ഒരു സമൂഹം, കലാമിറ്റീസ് ഉണ്ടായാൽ ഓടിയെത്തുന്ന ഒരു സമൂഹം, സമൂഹത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സമാധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്നൊരു വലിയ സമൂഹം, നമുക്ക് വർഗവർണ്ണ രാഷ്ട്രീയമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ ഒത്തിണങ്ങിയ ഒരു ഭരണ സംവിധാനം ഇണങ്ങി കിട്ടിയപ്പോൾ ഭാഗ്യവാന്മാരെ എന്ന് നമുക്ക് അവകാശപ്പെടാം. ഈ നമ്മുടെ ഈ ഇപ്പോൾ ഇരിക്കുന്ന പ്രതിനിധികളും വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ കാര്യക്ഷമതയോടുകൂടി ഉള്ളിൽ മറ്റൊന്നില്ലാതെ തുറന്ന മനോഭാവത്തോടുകൂടി ഇടപെടുകയും ആ വിഷയങ്ങൾ കേട്ടതിനനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കാനും നിയന്ത്രണങ്ങൾ വരുത്താനും അവർക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. ഓണപ്പാട്ടിന്റെ, വള്ളംകളിയുടെ, പൂക്കളപ്പൊലിമയുടെ മലയാളത്തിന് ചെന്നാട്ട് ഇലക്ട്രിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.